krishwizzarts. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജിമിക്ക ആയിട്ടാണ് കേട്ടോ. നമ്മൾ ഈ ജിമിക്ക മീഷോന്ന് മേടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല വന്നത്. നമ്മൾ ഈ ജിമിക്ക ഒന്ന് സെറ്റാക്കി വേറൊരു ജിമിക്കാക്കി എടുക്കാൻ പോവാണ്. ഞാൻ എൻ്റെ കാതിൽ ഇട്ടേക്കണ കാണിച്ചു തരാം. ഇത് ലൈക്ക് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കമ്മലാണ് മിസ്സായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്മൽ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോസ് ഇനി വേണമെന്നെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നമുക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് പറയാം. നമ്മുടെ ഈ ജിമിക്ക വേണം. പിന്നെ ഏതെങ്കിലും ഒരു പഴയ ജിമിക്ക എടുത്താലും മതി. പിന്നെ നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്. നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ടായിരിക്കും. അത്ര കട്ടിയില്ല, അല്ലെങ്കിൽ OHP ഷീറ്റ് എടുത്താലും മതി. നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിയുടെ ബോട്ടിൽ നിന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇതുപോലത്തെ ഒരു ഷീറ്റ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഏതെങ്കിലും ഒരു ആക്രിലിക് കളേഴ്സാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡൻ വെച്ചിട്ടാണ്. നമ്മുടെ ഈ കമ്മൽ വൈറ്റ് ഷെയ്ഡായിരുന്നു, ഞാൻ ഗോൾഡൻ കളർ ആക്കിയതാണ്. അപ്പോൾ ഞാനിത് വൈറ്റിന് അടിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡൻ കളർ എടുത്തേക്കുന്നതാണ്. പിന്നെ ഈ കമ്മലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ മീഷോന്ന് മേടിച്ചാണ്. 200 റുപ്പീസിന് താഴെ ഇതിനായിട്ടുള്ളൂ കേട്ടോ. റേറ്റ് അത്രേ ആയിട്ടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ട സാധനം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടാണ് നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ്. പിന്നെ വേണ്ടത് ഒരു സേഫ്റ്റി പിന്ന് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഹാഫ് ബീഡിൻ്റെ ഒരു മുത്താണത്. ഇതുപോലത്തെ ഒരു മുത്തട്ടോ കണ്ട, ഇതുപോലത്തെ ഒരു മുത്ത് വേണം. നമ്മുടെ പരിപ്പിൻ്റെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു മുത്താണ്. അതുപോലത്തെ ഒരു മുത്ത് വേണം. അത്രയേ ഉള്ളൂ സംഭവം. വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഇതൊക്കെ കാണുമായിരിക്കും. പഴയ കമ്മലിൻ്റെ ഏതെങ്കിലും കാണുമായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു റൗണ്ടിലൊരു റിങ് വേണം. അതും നമുക്ക് ഈ കമ്മലുമ്പോൾ തന്നെ ഉണ്ട്, അത് അഴിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് തന്നെ എടുത്ത കമ്മലിൻ്റെ മോൾ ഭാഗം പൊട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു റൗണ്ട് എടുത്തതാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ റൗണ്ട് ഉണ്ടെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ കമ്മലിൻ്റെ ആണെങ്കിലും അത് ഊരി എടുത്താൽ മതി. ഇത് കേട്ടോ, ഇതുപോലത്തെ ചെറിയൊരു റൗണ്ട് കേട്ടോ, ഗോൾഡൻ കളറിലെ. അപ്പോൾ ഇത്രയും സംഭവം നമുക്ക് മതി. ഒരു ഹാഫ് ബീഡ്, ആ റൗണ്ടിലെ സാധനം, പിന്നെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ്, ഏതെങ്കിലും ഒരു ആക്രിലിക്കിൻ്റെ കളറ്. അപ്പോൾ ഇത്രയും സാധനം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തന്നെ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ നമ്മുടെ പ്ലാസ്റ്റിക് ഷീറ്റ് എടുത്തിട്ടുണ്ട്. OHP ഷീറ്റ് ആയാലും മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ജിമിക്കയിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റത്തെ ജിമിക്ക നമ്മൾ എടുത്തപ്പോൾ തന്നെ അതിൽ ചാടിപ്പോയി. ഒരു വൈറ്റ് കളറിലെ, വൈറ്റും ഇതുപോലെ ഗോൾഡൻ കളറിലെ ജിമിക്ക ആയിരുന്നു. അപ്പോൾ ഈ ജിമിക്കേൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മളിത് മീഷോന്ന് മേടിച്ചാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള സ്റ്റെഡുമുള്ള ഒരു കുളത്തുണ്ടല്ലോ റൗണ്ടിൽ, അത് വിട്ടുപോയിട്ട് താഴെ വീണ് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ തന്നെ അത് പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതുമേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാറില്ല, അത് പൊട്ടിപ്പോയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. ഇല്ല, അത് അവിടെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേറൊരു കമ്മലാക്കി എടുക്കാം. അപ്പോൾ അത് പൊട്ടിപ്പോയതുകൊണ്ട് നമുക്ക് വേറൊരു ടൈപ്പ് കമ്മൽ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആ പ്ലാസ്റ്റിക് ഷീറ്റിന്മേൽ ഇതുപോലെ ഒന്ന് ചെറിയൊരു കഷ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് നീളത്തിൽ. അപ്പോൾ നീളത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടിയെടുക്കാം. അപ്പം നമ്മൾ ആ സ്റ്റെഡുമ്മ നിൽക്കുന്ന രീതിയിലാണിത് മുറിച്ചെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റെഡിൻ്റെ വലിപ്പത്തിൽ, അതായത് ആ വീതിക്കാണ് നമ്മൾ മുറിച്ചെടുത്തേക്കുന്നത്. പിന്നെ നമ്മളിത് ആ പ്ലാസ്റ്റിക് മേക്ക് നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോൾ ഭാഗത്ത് നമ്മൾ സ്റ്റഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്ന് വെച്ചിട്ട്. നമ്മൾ താഴെ ഭാഗത്തും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജിമിക്ക ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ താഴെ ഒരു ഹോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ സേഫ്റ്റി പിൻ വെച്ചിട്ട് കുത്തി കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അതിലേക്ക് ഒരു വൈറ്റ് കളറിലെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്, ആക്രിലിക് കളറ്. നമ്മുടെ കമ്മലിന് വൈറ്റ് കളറായതുകൊണ്ടാണ് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഹാഫ് സൈഡ് ഇതുപോലെയുള്ള ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് പശ തേച്ചിട്ട് മുത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കുറേ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ ലോങ് വീഡിയോസിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉമ്മു ഇഷാക്ക്, മെഹബൂബ് KP, റൂമി എന്നാണ് പേര്, റൂമി. ഹായ് റൂമി, ഹായ് സന, ഹായ് റൂമി കുറേ പ്രാവശ്യം കമൻറ്റ് അടിച്ചിട്ടുണ്ട്. ഹായ് ഷമീന, പിന്നെ മെഹബൂബ് KP എന്നുള്ള ID നിട്ടാണ് റൂമിയാണ് കേട്ടോ. ഹായ് റൂമി. പിന്നെ ഹായ് ഗ്രീഷ്മ, പിന്നെ അമ്മു ക്ലാസ് 10th പഠിക്കാൻ തോന്നുന്നുണ്ട്. ഹായ് ടോടാ. പിന്നെ കാർത്തിക്, ഹായ് കാർത്തിക്.
സുകുമാര എന്നുള്ള ഐഡിയ ഇട്ടേക്കുന്നതാണ്. അപ്പോൾ കാർത്തിക്കിന് ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പിന്നെ നമ്മൾ താഴേക്ക് ആ ജിമ്മിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴേക്ക് നമ്മൾ ആ ജിമ്മിക്ക് ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ചെറിയൊരു റൗണ്ട് യൂസ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മൾ ആ ജിമ്മിക്ക് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് കിട്ടും. അപ്പോൾ മോൾ ഭാഗത്ത് നമ്മളിതുപോലെ ഫുള്ളൊന്ന് പെയിൻ്റ് അടിച്ച് നല്ല രസമാക്കി എടുക്കുക. അടിപൊളിയായിട്ട് ഇതുപോലെ ഒന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ആ സ്റ്റഡ് ഇതുമേക്കൊന്ന് ഹാങ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരി നമ്മുടെ കമ്മലിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ ആടണക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നീളമുള്ള കമ്മലിടാൻ ഇഷ്ടമുള്ളവരൊക്കെ അത് ഇതുപോലത്തെ കുഞ്ഞ് ജിമ്മിക്കൊക്കെ ഉണ്ടെങ്കിൽ അഴിച്ചുപണി എടുത്തിട്ട് ഇതുപോലെ ആക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ വാങ്ങിച്ചിരുന്ന ആ ബോക്സിനകത്ത് കുറേ കളേഴ്സ് ഉണ്ട്. അപ്പോൾ മാറ്റി മാറ്റി വേറെ വേറെ ഓരോ എന്തെങ്കിലും ഡിസൈനൊക്കെ ആക്കിയിട്ട് ഞാൻ അടുത്ത ദിവസം ഓരോ വീഡിയോസായിട്ടൊക്കെ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അടുത്തായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ കൂട്ടുകാരെ.